അവിടുത്തെ തിരുമരണം ഏറ്റവും ശ്രേഷ്ഠമാണ്. അവിടുന്ന് മരിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് രക്ഷ വന്നിരിക്കുന്നത്. മരിക്കാൻ തന്നെ അവിടുന്ന് വന്നത്. സ്തോത്രം. അത് നമുക്ക് ഭാഗം വിടാം. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണം. അതുകൊണ്ട് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മരിച്ചു. നിങ്ങൾ വിഷയം വിട്ടുപോയി. ഞാൻ പോയിട്ടില്ല. സങ്കീർത്തനം വായിക്കരുതെന്നാ കുറെ ആൾക്കാർ പറഞ്ഞു. അതിന് തെളിവായി തന്നോണ്ടിരിക്കുന്നു. അപ്പൊ പുതിയ ഉപദേശക്കാർ പറഞ്ഞ സങ്കീർത്തനത്തിന് പ്രാധാന്യമില്ലെന്നാ. ഉണ്ടെന്ന് ഒരു തെളിവ്, ഒത്തിരി ഉണ്ടോ ഒരു തെളിവാ. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു ഹൃദയാലേഖനം 15 പറയുമ്പോൾ തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളെ പ്രകാരം അവിടുന്ന് ഉയർത്തു. അപ്പോൾ അവിടുന്ന് ഉയർത്ത അരമശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് ഇവരെ ഒടുവിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി ബഥാന്യോളം കൊണ്ടുപോയി അന്തകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1 ഒക്കെ പഠിക്കുമ്പോൾ അന്തകൽപ്പന കൊടുത്തവർ നോക്കി നിൽക്കുമ്പോൾ യേശു സ്വർഗ്ഗത്തിലേക്ക് പോയി. പോകുന്നതിന് മുന്നേ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയിരിക്കുക. അങ്ങനെ കൂടിയിരിക്കുമ്പോ പത്രോസ് പ്രധാനപ്പെട്ട ഒരാളാണല്ലോ. അപ്പം അപ്പോസ്തലന്മാരും പിന്നെ അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, പിന്നെ നമ്മുടെ ഇടയിലുണ്ടൊരുത്തൻ പരുവക്കേടായി. ആരാ? യൂദ. അവനെ തൂങ്ങിച്ചത്ത ചത്തത് പോലും ഒത്തില്ലെന്നുള്ളതാണ്. അവൻ തൂങ്ങിച്ചത്ത് കയറുവങ്ങാണ്ട് പൊട്ടി, അല്ലെങ്കിൽ തല്ലി വീണ്, ഉടലും കുറിച്ച് ഈ നാശക്കൊള്ളി അവിടുന്ന് യേശുവിന് ഒറ്റിക്കൊടുക്കുന്നവനെല്ലാം ഇതാ ഗതി. കൂടെ നിൽക്കുന്ന ഉപദേശി, അച്ഛനെ, കപ്പിയാരെ, കൈകാരനെ, കൂട്ടുവിശ്വാസിയെ, സഭാവിശ്വാസിയെ ഒറ്റിക്കൊടുക്കുന്നവനെല്ലാം യൂദ പോയതുപോലെ ഒടുവിൽ മിണ്ടുന്നില്ല, പേടിച്ചിട്ടായിരിക്കും. അത് ഒറ്റിക്കൊടുത്തിരിക്കുകയാണ്. രണ്ടിലേതെങ്കിലും ഒന്നാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവന് നാശം വന്നു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞൊരു കാര്യം ചെയ്യണം, അവൻ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് ഒരുത്തരം നമുക്ക് തെരഞ്ഞെടുക്കണം. അപ്പോൾ വിസ്തരിച്ചെടുത്തില്ലെങ്കിൽ അപ്പോസ്തലന്മാര് ചോദിച്ചു, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പ്രമാണമുണ്ടോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, പിന്നെ പ്രമാണമുണ്ട് സങ്കീർത്തനത്തിൽ. അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ. സങ്കീർത്തനത്തിലെ വാക്യത്തിന്റെ വെളിച്ചത്തിലാ തെരഞ്ഞെടുപ്പ് നടന്നത്. അല്ലാതെ ബാലറ്റ് പേപ്പറും പാനലും പിടിച്ച് കാസർഗോഡ് മുതൽ കന്യാകുമാരി, അല്ലെ കന്യാകുമാരി മുതൽ കാസർഗോഡിന്റെ ഉപ്പള വരെ വണ്ടികൾ ഇങ്ങനെ നടക്കുക, കന്നാലി പോകും പോലെ. ഞാൻ പറയാൻ നിന്നെ പോട്ടെ, ഇതുമായില്ലേ നമ്മുടെ വിഷയത്തിൽ വരാം. അത് ഞാൻ അവിടെ പറഞ്ഞോളാം. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിച്ച് ആരൊക്കെയാ കൂടിയിരുന്നത്? 1-15 മുതൽ വായിച്ചു. പെട്ടെന്ന് പേടിക്കണ്ട, കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിക്കും. അക്കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു 120 പേര് കൂടുന്ന ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ സഹോദരന്മാരായ പുരുഷന്മാർ. അപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് 12-ാം വാക്യം ഒന്ന് വായിച്ചേ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകും. അടുത്തത് അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. അടുത്തത് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്. സമുദായക്കാര് ഓർത്തഡോക്സുകാരൊക്കെ ചൊല്ലി ഇവിടെ എങ്ങനെയാണെന്നറിയാം. അൽഫായിതനയൻ യാക്കോബും അൽഫായിതനയൻ യാക്കോബും യാക്കോബി പ്രാതാവാനും യൂദാസ്കറിയോത്ത് തട്ടിപ്പോയി. അവന് ഇവിടെ ഇല്ല, ഈ ലിസ്റ്റിലില്ല. അവൻ പരുവക്കേടായി. ഇത് അൽഫായിയുടെ മകൻ യാക്കോബും. അടുത്തത് എരിവുകാരനായ ശിമോൻ, പിന്നെ യാക്കോബിന്റെ മകനായ യൂദ. അത് തെളിച്ച് കണ്ടോ? മറ്റവൻ തൂങ്ങി ചത്തു. യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും, അല്ലാതെ മൊത്തം അറിയാൻ മേലാത്തവരും യൂദ അവിടെ ഉണ്ടായിരുന്നു. ഇത് വേറെ യൂദായ. പിന്നെ ഇവരെല്ലാവരും സ്ത്രീകളോടും, പിന്നെ സഹോദരിമാരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ അമ്മ മറിയം, മാന്യ മഹതിയും ഉണ്ടായിരുന്നു. അമ്മയുണ്ടായിരുന്നു. അവന്റെ സഹോദരന്മാരോടും കൂടെ
ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് മേളിൽ മുറിഞ്ഞിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പീറ്റർ ചാടി എഴുന്നേറ്റ് ഒരു കാര്യം പറഞ്ഞത് ഇനി വായിച്ചു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവഴുത്തിന് യൂദ ജനിക്കുന്നതിന് മുമ്പേ ഇസ്രായേലിന്റെ നായകനാകുന്ന ദാവീദ് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തവനാണ്. ആ ദാവീദ് ആത്മാവിൽ ദർശിച്ച് ഈ നാശപ്പള്ളിയെ പറ്റി പ്രവചനം പറഞ്ഞായിരുന്നു. ഇവൻ ഒറ്റക്കൊടുക്ക് വന്നു, അവൻ വന്ന് ചുംബിക്ക് വന്നു, അവന്റെ വെമ്പള വിധവയായി തിരുവന്നു, അവന്റെ പിള്ളേരെല്ലാം തെണ്ടി നടക്കുവന്നു. അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ. പിന്നെ ദാവീദ് പറഞ്ഞത് വായിച്ചേ, 9-ാം സങ്കീർത്തനത്തിന്റെ എല്ലാം വായിക്കാൻ നേരമില്ല. 8-ാം വാക്യം മുതൽ വായിച്ച് ഈ നാശകോടാലിയെ പറ്റി എത്രയോ കൊല്ലം മുമ്പ് ദാവീദ് എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചേ 100. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. ചുരുങ്ങിയല്ലോ, ഇനി എന്താ ചുരുങ്ങാനാ? അവന്റെ എന്റെ അഭിപ്രായം പറഞ്ഞാൽ യവൻ ഇച്ചിരി ചെറുപ്പമായിരുന്നു. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ 2 പേര് ചെറുപ്പമായിരുന്നല്ല. ഒന്ന് യൂദായും പിന്നെ 2 യോഹന്നാൻ. അങ്ങനെ അക്കണക്ക് വെച്ച് നോക്കാൻ ഇവൻ എത്ര നാൾ ജീവിച്ചിരിക്കേണ്ടവനാ. യോഹന്നാൻ 95-ന് അപ്പുറം വരെ ജീവിച്ചു. ഈ കോടാലിയും അത്രയൊക്കെ ഏകദേശം പറഞ്ഞതാ. അവൻ്റെ അത് ചുരുങ്ങി, ആയുസ് മുഴുവൻ അവൻ ചുരുങ്ങി നശിച്ചു പോയി. അങ്ങനെ എഴുതിയേക്കുന്നത്. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ ആയുസ് ചുരുങ്ങി. നീ ഒറ്റിക്കൊടുത്താൽ, ചതിച്ചാൽ, വഞ്ചിച്ചാൽ നിന്റെ ആയുസ് ചുരുങ്ങും. നീ എന്നാ ചുരുങ്ങാനാ? അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവന്റെ മക്കൾ അലഞ്ഞു തെണ്ടി നടക്കട്ടെ. ഇതൊക്കെ ഇവൻ ഒറ്റിക്കൊടുക്കുന്ന, ഇവൻ ജനിക്കുന്നതിന് മുന്നേ ദാവീദ് എഴുതി വെച്ചിരിക്കുക. ഇനി ഇത് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 20 മുതൽ വായിക്കുന്ന സമയമില്ല. 1-20 പെട്ടെന്ന് വായിച്ചു. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. വായിച്ചതാ 150-ാം സങ്കീർത്തനം. അതിവിടെ കോട്ട് ചെയ്ത് പറയുക. അടുത്തത്, അതിലാരും പാർക്കാതിരിക്കട്ടെ. അവനൊരു നിലം മേടിച്ച് കാശ് കിട്ടി, നീതിമാനെ ഒറ്റിക്കൊടുത്തപ്പോ അവന്റെ വെപ്രാളം പരവേശം എല്ലാം ഇവിടെ കയറി അതെടുത്ത് വള്ളിക്കെറിഞ്ഞു കൊടുത്ത്, വള്ളിക്കാരി പറഞ്ഞു വേണ്ട, അകത്ത് വേണ്ടെന്ന് പറഞ്ഞു പോയി ഒരു നിലം വാങ്ങി. രക്തനിലം, അക്രതാമ. അത് ഗുണം പിടിച്ചോ? അതുമില്ല. ചതിച്ചും മഞ്ഞിച്ചും നീ പത്തും ഉണ്ടാക്കിയാലും വീടുണ്ടാക്കിയാലും വണ്ടി മേടി അതൊന്നും ഒതകുകയല്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം കൈവെടിപ്പായിരിക്കണം. ഒത്തിരി പറയാനുണ്ട്. ഇത് വായില്ല. എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തനും ലഭിക്കട്ടെ. അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തൻ ലഭിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ദാവീദ് എഴുതിയിട്ടുണ്ട് സങ്കീർത്തനത്തിൽ. അടുത്ത ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീർന്ന. അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള യോസേഫ് പിന്നെ മത്തിയാസ് എന്നീ 2 പേരെ നിർത്തി ചീട്ട് ആർക്ക് വീണ്? മത്തിയാസിന് വേണം. ഒറ്റിക്കൊടുത്തവൻ തൊലഞ്ഞു. ഇവിടെ 2 പേരെ നിർത്തി ചീട്ടിട്ടു. ഇടയ്ക്ക് കയറി പറയുക, ഒറ്റിക്കൊടുക്കരുതേ, ചതിക്കരുതേ, വഞ്ചിക്കരുതേ, ആർക്കും ദ്രോഹം ചെയ്യരുതേ, അയലത്തുകാർക്കും ചാർച്ചക്കാർക്കും ബന്ധുപത്ര ഏത് സമയങ്ങളിലും ആകട്ടെ, ഏത് മതമാകട്ടെ, ആർക്കും ദോഷം ചെയ്യരുത്. നീതിയോടും വിശ്വസ്തയോടും വേണം ജീവിക്കാൻ. അവനെ ഒറ്റുകൊടുക്കാമോ? അല്ല, ഞാൻ വിവരിക്കും. യൂതൻ വരുന്നു തന്തയെ കണ്ടിച്ചു കൊടുപ്പാ.
തന്തക കാണിച്ചു കൊടുമ്പ ആ കഷ്ടം കഷ്ടം തന്തക കാണിച്ചു കൊടുമ്പ. അതേ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ പല കാര്യവും വിടുക. എങ്കിലും നിങ്ങൾ ഇത്ര സമയം തന്നതിന് ഒത്തിരി നന്ദി. ദൈവത്തിന്റെ മകത്ത് നിങ്ങൾ കേട്ടിരിക്കുന്നതിനും വളരെ അഭിനന്ദിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ യൂദാ ഒടിഞ്ഞു പോയ സ്ഥാനത്ത് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം. അതിന് അടിസ്ഥാന വാക്യമെടുത്തത് സങ്കീർത്തനത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ടെന്നോ മാത്രമാണോ? എമ്മോസിൽ പോയി ശിഷ്യന്മാർക്ക് ക്രിസ്തുവേശു പ്രത്യക്ഷപ്പെട്ട് എന്നിട്ട് താരോട്ട് വായിച്ചു വരുമ്പോൾ മോശയുടെ ന്യായപ്രമാണവും സങ്കീർത്തനത്തിലും പ്രവചനത്തിലും തന്നെ പറ്റി എഴുതിയത് 41 വാക്യം വായിച്ചേ. 41 മുതൽ വായിച്ചേ. 24, 41 ലൂക്കോസ്. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ണം വറുത്ത മീനും അത് കഴിഞ്ഞിട്ട് 41 സന്തോഷത്താൽ ഇതെത്രയാ? 24-41. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ണം വറുത്ത മീനും അവന് കൊടുത്തു. അത് മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകത്തിലും അതെത്ര മാറ്റമാണ്? അത് 44. അതൊന്ന് വായിച്ചത്. പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അടുത്തത് മോശയുടെ ന്യായപ്രമാണം പഞ്ചഗ്രന്ഥമേ പ്രവാചക പുസ്തകം പിന്നെ സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കർത്താവ് ഡയറക്റ്റ് പറഞ്ഞതാ എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് സങ്കീർത്തനത്തിൽ. അന്നേരം കുറെ ഊളന്മാര് പറയാ വായിക്കുന്നത് എന്നെല്ലാം ഭ്രാന്താണ്. മനസ്സിലാകുന്നുണ്ടോ? എന്നെ ഒരു പരിവക്കേട് പോയി. നീ യേശുവിനേക്കാൾ വലിയ ആളാകണ്ട. കർത്താവ് ഡയറക്റ്റാ പറഞ്ഞത്. മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനത്തിലും പ്രവചനത്തിലും വായിച്ച് നിങ്ങളൊന്ന് ദിവദാസന്മാരെ ഒന്ന് സഹായിക്കേ. ഒന്നുകൂടെ വായിച്ചേ. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും യേശു ഡയറക്റ്റ് പറഞ്ഞ കാര്യമാണ്. എന്നെ പറ്റി സങ്കീർത്തനത്തിൽ. എന്നാൽ ഇവന്മാര് പറയാ വായിക്കരുതല്ല. അച്ഛന്റെ അഭിപ്രായം എന്താ? അതിനൊരു കാര്യമുണ്ട്. പറയാൻ അറിയാൻ മേലെ വായിക്കാതിരിക്കുന്നതാ. പണ്ടെടുത്ത തങ്ങേന്ന് വീണ് ചത്തു, താഴോട്ട് വീണ് പടലി ഒടിഞ്ഞു ചത്തു. ഉപദേശിച്ച സ്ഥലത്തില്ല. ആരോ പറഞ്ഞു ഇനി ആള് നല്ല മനുഷ്യനാ മരിച്ചെന്ന്. എങ്ങനെ വീണു? അയ്യോ, പുള്ളിക്കാട്ട് ഇന്നത്തെ വാഹന സൗകര്യമില്ല. പുള്ളി ഓടി വന്നു. നല്ല മനുഷ്യനാ, ചേച്ചിയുടെ പരിജ്ഞാനൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നല്ല മനുഷ്യനാ. ഓടി വന്ന് ഭാര്യയും പിള്ളേരും എല്ലാം കരയുക. ബന്ധുപത്രാദികളെല്ലാം വിടമരണമല്ലേ. എന്റെ തലച്ച് പലരും കരയുക. പുള്ളി വന്ന് സമാധാനപ്പെടും. നമുക്ക് സങ്കീർത്തനം 109 എടുത്ത് വായിച്ചു. അവന്റെ ഭാര്യ വിധവയായി തീരട്ടെ, അവന്റെ മക്കൾ തെണ്ടി നടക്കട്ടെ, അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ. ആ സങ്കീർത്തനാണോ അവിടെ വായിക്കുന്നത്? വായിച്ചത് സങ്കീർത്തനമാ, അനാവശ്യമൊന്നുമില്ല. പക്ഷെ ആ സങ്കീർത്തനമല്ല ആ സന്ദർഭത്തിൽ അവിടെ വായിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിക്കരുതോ? വായിക്കാം. കർത്താവ് ഡയറക്റ്റ് പറഞ്ഞിരിക്കുക എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന്. 2-ാം സങ്കീർത്തനം 12 അവിടുത്തെ പറ്റിയല്ലോ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ അവിടുത്തെ പറ്റിയ. 22-ാം സങ്കീർത്തനം 11 മുതൽ താഴോട്ട് വിടുവാൻ കഷ്ടാനുഭവങ്ങളല്ലേ. അനേകം നാളകനെ വളഞ്ഞു ഭാഷാകൂറ്റന്മാർ ഉപക്ഷയോട് ഇറങ്ങുന്ന ശബ്ദം പോലെ എന്റെ നേരെ വായു വിളക്കുന്നു. മുഴുവൻ അവിടുത്തെ പറ്റിയല്ലേ. എന്നാൽ ഈ കുറെ ഊളന്മാര് പറയുക ഇതൊന്നും ഉണ്ട്. വിറ്റ് പാസ്റ്റർ ഉണ്ട്. അവിടെ വല്ലതും ഉണ്ടോ? അങ്ങനത്തെ മെനകേടുണ്ടോ? ഉണ്ട്. എന്നോട് പറയണം. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസികളാണ്. സത്യാചാര്യന് മുമ്പിൽ നൃത്തം തുടങ്ങി തപ്പോ കിന്നരങ്ങൾ സത്യ
ശക്യ മുഴങ്ങിടത്ത് സാത്താൻ നാടുകീഴക്ക് ഘോഷം ഓ ഗൈതാനനാദമത്തെ ശക്യ മുഴങ്ങിടത്ത് സാത്താൻ നാടുകീഴക്ക് ഘോഷം അല്ല എറണാകുളം സൈഡിലും കോഴിക്കോട്, കൊട്ടാരക്കര, കോയമ്പത്തൂർ, ബാംഗ്ലൂരൊക്കെ ചില ഉപദേശക്കാർ പറയുന്നത് പഴയ നിയമം വായിക്കരുത്, പഴയ നിയമം പ്രസംഗിക്കരുത്, പഴയ നിയമം കുത്തിക്കെട്ടിയതാരാ, അത് കീറിക്കളാ. ഞാൻ ചോദിക്കട്ടെ, അതിലൂടെ പറഞ്ഞ ഏതായാലും ഇതിലൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ വേണം ഇന്ന് യോഗം കഴിയുമ്പോ ഭാഷയോട് പറയും അല്ലെ വിളിക്കരുത് തന്നെ ഞങ്ങള് പറഞ്ഞതാ എന്ന് പറയാൻ സാധ്യത. ദൈവത്തിന് മഹത്വം. ഇന്നത്തെ സ്റ്റേജിലല്ല, ഇവിടെ അധികമില്ല. ഈ വാദ്യ ഉപകരണങ്ങളെല്ലാം വെച്ചേക്കും ഇപ്പൊ വായിക്കുന്നേ. ഡ്രമ്മ്, സൈഡ്രമ്മ്, പിന്നെ കീബോർഡ്, പിന്നെ മൃദംഗം, തബല, പിന്നെ ഞങ്ങളുടെ ശില്പാസ് പറഞ്ഞ ചിഞ്ചിന്, എല്ലാ വാദ്യവും പറഞ്ഞ അത് നല്ലതാ, വേണം. എന്റെ അഭിപ്രായം ചെണ്ട വരെ വേണമെന്നാണ്. സകല വാദ്യത്രങ്ങളും സകല വാദ്യ ഘോഷത്തോടെ എല്ലാം വേണം. അതെല്ലാം വെച്ചാൽ ഇന്നത്തെ ഇളക്കവും ചാട്ടവും മേളവും ഓളവും ഒക്കെ അത് നല്ലതാ. ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമം വേണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ഇതെല്ലാം കൂടെ വെച്ച് വായിക്കാൻ ഒറ്റ വാക്യം കാണിക്കാവോ? ആ കൂടെ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വീണ പിടിച്ച് വൈണികന്മാര് 15 മിനിറ്റ് നിന്നാ കാണുന്നത്. ആദ്യത്തെ 5 പുസ്തകവും 21 ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ ഈ കാണുന്ന ഇതെല്ലാം കൂടെ വെച്ച് പിള്ളേരുടെ പക്ഷേ പെരുപ്പിക്കാൻ ഒറ്റ വാക്യമില്ല. പിന്നെ ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം വെച്ച് മൂപ്പിക്കുന്ന മനസ്സിലാകുന്നുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ പറഞ്ഞേ, എല്ലാ തിരുവെടുത്തും ദൈവശാസ്ത്രമാണ്. ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് 22-ാം അധ്യായം വരെ ഇത് തിരുവെടുത്താണ്. ദൈവത്തിന് മഹത്വം. നന്നായിട്ട് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ച് എല്ലാത്തിനും ഉപരി ജീവിതം കാത്തു സൂക്ഷിച്ച് കർത്താവിന്റെ വരവിനൊരുങ്ങണം. അതിനാ ഇതെല്ലാം തന്നിരിക്കുന്നു. ഇടയ്ക്ക് ഏത് പറഞ്ഞതുള്ള നമുക്ക് ഒത്തിരി കൊണ്ട് പറയാനതെല്ലാം വിടുക. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ സങ്കീർത്തനത്തിന്റെ വെളിച്ചത്തിലാണ് മത്യാസനം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് 29-ാം സങ്കീർത്തനത്തിൽ കേട്ട ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം മരുഭൂമിക്ക് നടക്കുന്നു, കമ്പിവാതകം പോലെ രീതിയിലുള്ള പ്രസംഗം ദൈവദാസൻ പറഞ്ഞ കൃത്യസമയത്തിന് 1 മിനിറ്റ് മുമ്പ് നടത്തും. വെപ്രാളൊക്കെ ചില പറഞ്ഞിട്ടായിരിക്കും വെളി വന്നുമില്ല, സമയത്തിന്റെ കാലത്ത് വന്ന് നിർത്തുകയല്ല. ബോധമുള്ളവനല്ല, ചില ബോധക്കേടുണ്ട്, എന്നാലും ഇന്ന് ബോധം ഉണ്ടാകും. അപ്പൊ ശ്രദ്ധിക്കുക, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു, യഹോവ ആ ജ്ഞാനേശ്വരനെ നടക്കുന്നു. ഓർപ്പിച്ചല്ലോ, ഈ തിരുവനന്തപുരത്തിനകത്ത് മുഴുവൻ ദൈവശബ്ദമാണ്. ദൈവം തമ്പുരാൻ പല നിലകളിലാണ് നമ്മോട് ഇടപെടുന്നത്. ശാന്തമായിട്ട് ദൈവം സംസാരിക്കും, ശക്തമായിട്ട് ഇടപെടും, സൗമ്യമായിട്ട് ഇടപെടും, സാവധാനതയിൽ ഇടപെടും. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കാൻ നേരമില്ല. ഇവിടെ വായിക്കുന്നത് പെരുവെള്ളത്തിന്റെ, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. നമ്മുടെ പാട്ടുകാരൊക്കെ ചില ഇടങ്ങളിൽ പറയാറുണ്ട്, ശക്തിയോട് ദൈവത്തിനെ സൂചിച്ചാണ്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അപ്പൊ സ്റ്റേജായിരിക്കുന്നവർ അങ്ങനെ പെരുവെള്ളത്തിന്റെ എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇത് പറയാതിരിക്കണ്ടേ, അഥവാ പറഞ്ഞാൽ മിണ്ടാതിരിക്കണ്ടേ? ശക്തിയോട് ഒരിക്കൽ ഒരാൾ പോരാ പോരാ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. പെരുവെള്ളം
വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. കാരണം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവാണ്. പത്മോസ് എന്ന ദ്വീപിൽ നാടകടത്തപ്പെട്ട യോഗം കർത്തൃ വശത്തിൽ ആത്മവിമശനായി അവൻ സ്തോത്രം ഈ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക 7 സഭകൾക്ക് എഴുതുക എന്ന കാരണത്തിനൊത്ത ശബ്ദം എന്റെ പുറകിൽ കേട്ട് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊന്തൽ വിളക്ക് വന്നക്കേറ്റവനായി മനുഷ്യപുത്രോട് ഞാൻ കണ്ടുപടുത്ത വാക്യം. അവന്റെ തലയും തലമുടിയും എല്ലാം വെളുത്ത് മഞ്ഞ പോലെ ഹിമത്തോടെ അടുത്ത വാക്യം. പിന്നെ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. സ്തോത്രം. വലിയ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. അപ്പൊ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. അതുപോലെ തന്നെ ശാന്തമായിട്ട് ദൈവം ഇടപെടും. ഏലിയാവ് ഗുഹയ്ക്കകത്തിരുന്നപ്പോൾ മൃദുവായിട്ട് പതുക്കെ ചോദിച്ച എന്നെ എവിടെ കാര്യം ഇതിനകത്ത് ഒരു പമ്മിയിരിക്കുന്നത് അങ്ങനല്ലേ ഒന്ന് വായിച്ചു. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നു. 19-ലല്ലേ ഇനി താഴെ ഭാഗത്താണ്. ഏലിയാവ് അത് കേട്ടിട്ട് തീയിലും ഇല്ലായിരുന്നൊരു വാക്കുകൾ ചേർത്ത് വായി. പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ഗുഹാമുഖത്തു നിന്ന് ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം ചോദിക്കുന്ന 2 വാക്യം മേളിൽ കയറി വായിക്കണം. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കാം എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിന് യഹോവ ഇല്ലായിരുന്നു. പിന്നെ ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. നമ്മളെ പറയാ ആ തീ കത്തട്ടെന്ന്. തീക്കകത്തില്ലെന്നായിരുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. അടുത്തത് തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരമുണ്ട്. അങ്ങനെ സംസാരിക്കുന്നില്ല. സാവധാനത്തിൽ. വെളിപ്പാടൊന്നിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശക്തമായിട്ട് ദൈവം ഇടപെടും, ശാന്തമായിട്ട് ഇടപെടും. ഇന്ന് രാത്രി ഏത് വിധത്തിൽ ഇടപെട്ടാലും ഏറ്റെടുത്തോണം, നിനക്ക് അനുഗ്രഹമാണ്. അത് ഇവിടെ സങ്കീർത്തനത്തിൽ വായിക്കുക. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം. ഓടിച്ചു പറയാം എന്തുകൊണ്ടായി കാദേശ് നടുങ്ങിയത്. ഈ കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം, ദൈവത്തിന് വിശുദ്ധം. അതാണ് കാദേശ്, യഹോവയ്ക്ക് വിശുദ്ധം. ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു. ആ പേര് ഏൽ മിഷ്പാത്ത് എന്ന. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ച ഉൽപ്പത്തി 14:6. കാദേശിന്റെ പണ്ടത്തെ പേര്. ഏമിനെയും സൈർ മലയിലെ ഹോരിനെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ശ്രദ്ധിക്കുക. കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. ശ്രദ്ധിക്കുക, കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ആ വാക്കിന്റെ അർത്ഥം ന്യായവതികളുടെ സ്ഥലം. കാരണം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. വേറെ പുസ്തകം പഠിക്കുന്നവർക്ക് അറിയാം. ഉൽപ്പത്തി 1 സൃഷ്ടിപ്പ്, 2-ാം അധ്യായം മനുഷ്യനെ സൃഷ്ടിക്കുക, 3-ാം അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്യുന്നതാ, 4-ാം അധ്യായത്തിൽ കയ്യിൽ കാവലിനെ കൊല്ലുന്നു, 5-ാം അധ്യായം സെബത്യരുടെ അധ്യായം, 6-ാം അധ്യായം നോരയ്ക്ക് കൃപ ലഭിക്കുന്നു, ജനത്തിന്റെ പാപം വർദ്ധിക്കുന്നു, 7 പെട്ടകം ഉണ്ടാക്കുക, 8 പെട്ടകം ഒഴി നടക്കുന്നു, 9 പെട്ടകത്തിന് വെളിയിൽ വന്നു, 10-ാം അധ്യായം നിമ്രോദിന്റെ ചരിത്രമാണ്, 11 ബാബേൽ ഗോപുരം, 12 അബ്രഹാമിന്റെ പുറപ്പാട്, 13-ാം അധ്യായം അവൻ ഇസ്രായേലിൽ അവൻ വന്ന് യാത്ര തിരിക്കുന്നത്, 14 യുദ്ധങ്ങളുടെ അധ്യായമാണ്, 15 ഏകപക്ഷീയമായ ഉടമ്പടി അവൻ സ്തോത്രം കാര്യം അറിയാമല്ലോ, 16 ഹാഗറിന്റെ ഓടിപ്പോക്ക്, 17-ാം അധ്യായം അവൻ പരിച്ഛേദന, 18 മമ്മറയുടെ തോപ്പിൽ പ്രത്യക്ഷപ്പെട്ടു, 19 സോദോന്തകനെ, 20 ചൂടി വരുന്നു, 21 ഹാഗർ ഓടിപ്പോകുന്നു, 22 ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നു, 23 അബ്രഹാമിന്റെ ഭാര്യ സാറായിയുടെ മരണം, 24 ഇസഹാക്കിന്റെ കല്യാണം ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് നിർത്താം. അതാണല്ലോ മിക്കവർക്കും സന്തോഷം. സഹായത്തിന് വന്നില്ലെങ്കിൽ കല്യാണത്തിന് പോകുന്ന
സമാജത്തിന് താമസിച്ചവരുള്ളൂ. കല്യാണത്തിന് മാപ്പിള മെമ്പിളെ നേരത്തെ പോകും. വയ്യ എന്നാലും അവിടെ ചെന്ന് ആ വളർത്ത് വെച്ചതെല്ലാം നിന്ന് ജ്യൂസ് ആണെ പല ടൈപ്പ് മുഴുവൻ നിന്ന് ഇല്ലേ അന്ന് വെള്ളം കുടിക്കുമ്പോ പോലെ എന്നിട്ട് വീട്ടിൽ വന്ന് കുത്തോട് കുത്താ. അപ്പോൾ നമ്മുടെ വിഷയമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 രാജാക്കന്മാരും 5 നാട്ടകന്മാരും യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ പലരെയും നിഗ്രഹിച്ചു. വിവരിക്കാൻ നേരമില്ല. നിഗ്രഹിച്ചു കൊന്നൊടുക്കിയ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ന്യായവതികളുടെ അർത്ഥമെന്ന വന്നു. ന്യായവതി. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. വാക്കിന്റെ അർത്ഥം ന്യായവതികളുടെ സ്ഥലം എന്നാണ്. ഈ ന്യായവതികളുടെ സ്ഥലത്ത് പിന്നത്തേതിൽ ദൈവം ശുദ്ധീകരിച്ചു. അതാണ് കാദേശ്. എന്തായാലും ഇപ്പൊ പറയാൻ കാര്യം പറയാം. ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ന്യായവിധിക്ക് അർഹരായി പോയവരാ. അല്ല, ബിബ്ലിക്കലായിട്ട് പ്രയോഗിച്ചാൽ ശിക്ഷാവിധിക്ക് അർഹരായി പോയവരാ. എന്നാൽ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ തന്നു. അവിടുത്തെ തിരുമരണത്താൽ, അവിടുത്തെ തിരുയാഗത്താൽ എന്റെ മേലും നിന്റെ മേലും വരുമാന സകല ശിക്ഷാവിധി മാറ്റി ദൈവം നമ്മളെ വിശുദ്ധരാക്കി. യോഹന്നാന്റെ ഭാഷ പറഞ്ഞാൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് തന്നു. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നാം ദൈവമക്കളാണ്. ദൈവത്തിന് മഹത്വം. ന്യായവിധി എല്ലാം മാറ്റി, ശിക്ഷാവിധി മാറ്റി ദൈവം നമ്മെ രക്ഷിച്ചു. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. ഓ ശിക്ഷായോഗ്യർ ദൈവത്തിൽ അവകാശികളായല്ലോ. ശിക്ഷായോഗ്യർ ദൈവത്തിൽ അവകാശികളായല്ലോ. പാടാം 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 പുത്തൻ പാട്ടുകൾ പാടാം. പാടാം 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 പുത്തൻ പാട്ടുകൾ പാടാം. ഓ നമ്മെ പോലെ നന്മ ലഭിച്ചവർ മണ്ണിനില്ലല്ലോ. ഓ നമ്മെ പോലെ നന്മ ലഭിച്ചവർ മണ്ണിനില്ലല്ലോ. നമ്മുടെ ന്യായവിധി മാറ്റി ദൈവം നമ്മളെ ദൈവമക്കളാക്കി, വിശുദ്ധരാക്കി. അതാണ് കാദേശ്. എല്ലാം വിവരിക്കുന്നില്ല. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധ. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുക ഈ കാദേശ് നടുങ്ങി. എന്താണ് അടങ്ങാൻ കാര്യം? വിശദീകരിച്ച് പറയണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അതിന് ചേർത്തുള്ള പാട്ടും ഉദാഹരണമൊക്കെ അങ്ങനെ സാധാരണ പതിവ്. എന്നാൽ ഇന്നെല്ലാം ഷോർട്ടായിട്ട് പറയുക. ഷോർട്ടായി കാദേശ് നടുങ്ങാൻ കാരണം പല കാരണമാണ്. 1-2 പറയാം. അതേപോലെ 18 കൂട്ടം കാര്യമുണ്ട്. നിങ്ങൾ പറയുക നേരം പോയ നേരത്തെ ഇയാൾ 18 കൂട്ടം കാര്യം പറയാൻ നിൽക്കുക. നിങ്ങളുടെ 28 കൂട്ടം പോലും പറയാൻ. എന്തുകൊണ്ടാണ് ഈ കാദേശ് നടുങ്ങിയത്? ശ്രദ്ധിക്കുക. ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. ആ ഒരു വാക്യം വായിച്ച ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവെടുത്തുകൾ. ആവർത്തനം 2-13-14. ഇപ്പോൾ സേരത്തോട് കിടപ്പരെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്തോട് കടന്നിരിക്കുന്നു. ആ കാദേശ് പറയുന്ന പുറപ്പെട്ടത് സേരത്തോട് കിടക്കുമ്പോഴുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പ്രളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. എനിക്കത് പറയാൻ പേടിയായതുകൊണ്ട് ആ ഭാഷയെ കൊണ്ട് വായിപ്പിച്ചാൽ ഭാഷ പേടിക്കണ്ട. ഇത് എഴുതിയിരിക്കുന്നതുകൊണ്ട് വായിച്ചും പറഞ്ഞു ഒക്കുള്ളൂ. ഒന്നുകൂടെ ഉണ്ട് മുടിഞ്ഞെന്ന്. അവർ മുടിഞ്ഞു തീരും. 2 വട്ടം എഴുതിയേക്കുന്നത് മുടിഞ്ഞെന്ന്. ഇപ്പോൾ ശരീരത്തോട് കിടപ്പിനെന്ന് കൽപ്പിച്ചതുപോലെ നാം ശരീരത്തോട് കിടന്നിരിക്കുന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ ശരീരത്തോട് കിടക്കുമ്പോഴുള്ള കാലം വരെ 38 സംവത്സരം. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും അവരോട് സത്യം ചെയ്തതുപോലെ മുടിഞ്ഞുപോയത്. ഇടയ്ക്ക് കാര്യം പറയാം. മുടിയുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിന് ഇന്ന് രാത്രി അവസരം തരിക. നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ ദാഹിയാണ്. ഇത് ഈ മരണത്തെ പറ്റി മുടിഞ്ഞെന്നൊന്നും അല്ല പറയേണ്ടത്. പിതാക്കന്മാരോട് ചേർന്നു, കല്ലറയിൽ അടക്കി, ജനത്തോട് ചേർന്നു, സകല ഭൂവാസികൾ പോയ വഴിയിൽ കൂടെ പോകുന്നു, വിശ്വാസത്തിൽ മരിച്ചു. യഹോവയുടെ ദാസനാകുന്ന മോശ അവിടെ യഹോവയുടെ വചനപ്രകാരം മരിച്ചു. വെളിപ്പാടിൽ കർത്താവിൽ മരിക്കുന്ന ഇങ്ങനെയൊക്കെ നല്ല പദങ്ങളാണ്. ഇവിടെ അങ്ങനെയാണോ അവിടുത്തെ?
സ്തോത്രം. അങ്ങനെയല്ല അവിടെ കൊടുത്തേക്കുന്നത്, പറഞ്ഞാൽ തന്നെ വേണ്ടില്ല. അതല്ല ഇങ്ങനെ മുടിയാൻ കാരണം ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ്. ഏദൻ പർദീസ കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലം കനാനാണ്. 4 അതിരുകളാണ്. കിഴക്ക് ബാശാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്, പടിഞ്ഞാറ് കടലും മലയും കൂടാ. ഇതിന് പല പേരുകളുണ്ട്. കനാൻ നാട്, വിശുദ്ധ നാട്, പലസ്തീന്, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്. പേരുകൾ എല്ലാം വിവരിക്കാൻ നേരമില്ല. കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി പാർത്ത സ്ഥലമാണ്. ഔദ്യങ്ങൾ വന്ന് വാർത്ത കൊണ്ട് പിന്നത്തെ അതുങ്ങളുടെ പേരിൽ അതാ ചെല്ലുപടത്തിലെ വേവിച്ചന്റെ സഭ, തങ്കമാമ്മയുടെ സഭ, മേഴ്സിയുടെ സഭ. നിങ്ങളെ സഭയല്ല, ഞങ്ങൾ കുഞ്ഞോലച്ചാന്റെ സഭയല്ല. അമ്മാമ്മയൊക്കെ എവിടെ? ഞങ്ങൾ കുഞ്ഞോളമ്മാമ്മയുടെ സഭയല്ല. ഓ, അച്ഛനൊക്കെ എവിടാ? ഞങ്ങൾ തമ്പിച്ചാന്റെ. നിങ്ങളെവിടാ? അനീഷ് കാവാല. എനിക്ക് എവിടാ? ഞാനെവിടാ രക്തം ഊറ്റിയത്? ഇവിടെ രക്തം ചിന്തിച്ചത് യേശുവാണ്. അങ്ങനെ പുസ്തകത്തിൽ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ, സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിക്കുന്നത് യേശുവാ. പിന്നെ ഈ പേരുകൾ പറയുന്ന ഇവരെ ആദ്യം ഇവിടെ വന്ന് കയറിയത്. അപ്പൊ പിന്നെ അവരുടെ പേര് പറയുമ്പോൾ തെറ്റാതെ വേറെ എങ്ങനെ ചെന്ന് കയറാതെ വരാനിരിക്കാനാ. അപ്പൊ ഈ കനാൻ നാടെന്ന പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി. എല്ലാം വിവരിക്കാൻ തന്നെ. വാഗ്ദത്ത നാട് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതാണ്. വിശുദ്ധ നാടെന്ന് പിൽക്കാലത്ത്, വിശുദ്ധ നാടെന്നൊന്നും പറയണ്ട, എന്നാലും പിൽക്കാലത്ത് പറയാൻ കാര്യം ഒരു കാരണം യേശു ക്രിസ്തുവിന്റെ പാദസ്പർശനമേറ്റ സ്ഥലമാണ്. ദൈവത്തിന് മഹത്വം. എല്ലാം കൊണ്ട് സുന്ദര സുലഭലമായ നല്ല സ്ഥലമാണ് കനാൻ നാട്. ഈ കനാന്റെ നാടിന്റെ പ്രത്യേകത ഒത്തിരി വാക്യങ്ങളുണ്ട്, എല്ലാം വായിപ്പിക്കാൻ നേരമില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7, 8, 9, 13-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ തിരുവെടുത്തും, ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 10, 11, 12, 106-ാം സങ്കീർത്തനത്തിന്റെ 24, പിന്നെ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ട്. ഇതെല്ലാം ഈ നാടിന്റെ വിശേഷതയാ. എല്ലാം വായിക്കാൻ നേരമില്ല, ഒരു വാക്യം മാത്രം വായിക്കാം. ഇപ്പൊ ആവർത്തനം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ട് വായിക്കുക. ബാക്കിയെല്ലാം വേണം കുറിച്ചെടുത്തോ. ഇതിപ്പം വായിക്കാൻ ഈ അരിവെന്തോന്ന് എല്ലാ അരികളും പിടിച്ച് ഞെക്കണ്ടല്ലോ, ഒരെണ്ണം ഞെക്കിയാ മതി. ഇപ്പൊ ഞെക്കാനായിട്ട് 8-ന്റെ 7 വായില്ലേ. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അയ്യോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ അത് പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരിയും അത്തിയും മേഖലവുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ദേശത്തെ കുറിച്ച് നീ കയ്യും കെട്ടി ആളുകളെ ചിരിക്കണമെന്നല്ല, സ്തോത്രം ചെയ്യണമെന്നല്ല. ഇത് സഭ വന്നിരിക്കുക, സഭ വന്നിരിക്കുക. കയ്യും കെട്ടി ആളും കളിച്ച് മൊബൈലിലും തോണ്ടി ഇരുന്നാൽ അടിച്ച് നിന്റെ പണ്ടം ദൈവം കയറും. എനിക്ക് ഈ തീരദേശത്തുള്ള ദൈവ കുഞ്ഞുങ്ങളെ ഞാൻ ഇങ്ങോട്ട് വണ്ടി വന്നപ്പോൾ ഇവരോട് പറഞ്ഞു, ഇവിടെയുള്ള ദൈവമക്കളെ അഭിനന്ദിക്കുകയാണ്. ഞാനിവിടെ പല ആരാധനയ്ക്കും വന്നിട്ടുണ്ട്. എല്ലാവരും മുടങ്ങാലും മേലിരുന്ന് ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കും. വേറെ ചില സ്ഥലങ്ങളിൽ ചെന്ന് ചുമ്മാ വാർതാൻ കിടക്കുമ്പോൾ കൈ വടിക്കത്തില്ല. എടാ, ഇത് പെന്തിക്കോസാ, മനസ്സിലായോ? ഇത് പെന്തിക്കോസാ. പെന്തിക്കോസിന് എന്തുകൊണ്ട്? പെന്തിക്കോസിന് എന്തുകൊണ്ട്? പെന്തിക്കോസിന് 5-6 വാനും ഉണ്ട്, ഒരു ബൈക്കും ഉണ്ട്. വായിര് 14-26 പെന്തിക്കോസിന് എന്തുകൊണ്ട്? വായിര് കൊരിന്ത്യർക്കെടുത്ത് 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യം വായിച്ച കണ്ണിക തുടങ്ങുന്നിടത്തിന്റെ ഇവിടെ വായിര്. ആകയാൽ എന്റെ സഹോദരന്മാരെ, കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. ഇതിനകത്തുണ്ട് സങ്കീർത്തനമുണ്ടെന്ന് കീറിക്കളയരുതെന്നുണ്ട്. പിന്നെ ഉപദേശമുണ്ട്. കേട്ട് ഉപദേശമല്ലേ പറയുന്നത്? ഉപദേശമുണ്ട്. പിന്നെ വെളിപ്പാടുണ്ട്. വെളിവിനാടല്ല, വെളിപ്പാടുണ്ട്. കൂടാരപ്പള്ളി തൊമ്മന്റെ വെളിവിനാടൊന്നുമല്ല, ഇത് വെളിപ്പാടാ. പിന്നെ അന്യഭാഷയുണ്ട്. ഋഷിനോട് വന്നെ ഈ പുളിപ്പിച്ച് പ്രസംഗ വീടം മാറ്റി എനിക്ക് അവരെ കാണാൻ മേല, കാലിന് വേദന, മസിൽ പിടിക്കുന്നു.
അതുകൊണ്ട് അങ്ങ് ഇരുന്നതാ. ആ തത്തീർ എനിക്ക് ഗുണമായെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ സങ്കീർത്തനമുണ്ട്. പിന്നെ അന്യഭാഷയുണ്ട്. ഇതുകൊണ്ട് ഒരാഴ്ച വരുന്നുണ്ട്. അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. അന്യഭാഷ കൊണ്ട് നിന്നിട്ടില്ല. നിന്നിട്ടില്ല. നിനക്കും പെമ്പളയ്ക്ക് നിന്നായിരിക്കും. അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്നതിന്റെ വിടുതൽ അനുഭവിച്ചവരായി ഇവിടെ ഇരിക്കുന്നവര്. ആഭിചാരവും മന്ത്രപ്രയോഗവും തന്ത്രങ്ങളും ഒക്കെയുള്ള ബന്ധനങ്ങളുള്ള കുടുംബത്തിലും ദേശത്തിലും അഭിഷേകം പ്രാപിച്ച ദൈവമൊക്കെ ചെന്ന് ഞങ്ങളെ കാണാനൊന്നും വലിയ ചിലവില്ല. കറുത്തൊക്കെ ആയിരിക്കുന്ന വള്ളത്തേലൊക്കെ ജോലി, കടലിലെ ഗ്ലാമറൊന്നുമില്ല, കുടുംബക്ഷേത്രങ്ങളൊന്നും പറയാനില്ല. തോമാസ് ലീഗ വന്നപ്പം ഏതാണ്ട് 4 കുടുംബത്തെ മുക്കിയെന്ന് കള്ളി, കാളികാവ്, ശങ്കരപുരി, ഇതൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാനുണ്ടോ? അവര് പറയുന്നത് ഞങ്ങള് വള്ളത്തെ വന്നതാണ്. ഉള്ളച്ച 345 രൂപ. 772 മലനാടു നോക്കി പുറപ്പെട്ടാറ് കൊടുങ്ങല്ലൂരങ്ങീത് മന്ദിറങ്ങി മലനാടു നോക്കി പുറപ്പെട്ടാറ് കൊടുങ്ങല്ലൂരങ്ങീത് മന്ദിറങ്ങി ഇരടുന്നാലും പറ്റിയും വെടിവെച്ചു ഗോപുരം തീർന്നപ്പോൾ ചിപ്പായിമാരവർ വിളികൊള്ളുന്നു. പള്ളിത്തണ്ടിന് കൊടിയൊത്തി ചെമ്പകച്ചെടിയും കൂടെയുണ്ട്, വെട്ടത്ത് മണ്ണേനും കൂടെയുണ്ട്. ഉടകുന്നു തോമൻ വീണവൻ കൂടെയുണ്ട്. ചുരുക്കി പറഞ്ഞ ഞങ്ങൾക്കിങ്ങനെ പാരമ്പര്യം ഒന്നും പറയാനില്ല, കുടുംബസേനൊന്നും പറയാനില്ല, 52 ചരിത്രം പറഞ്ഞില്ല. പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മേൽ ആഗ്രഹിച്ചതുപോലെ അഭിഷേകം പകർന്നു. അഭിഷേകം പകർന്നപ്പോൾ ആത്മാവിൽ ആരാധന തുടങ്ങി. ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആരാധനയുടെ വിടുതൽ കണ്ടവരാ. പരിശുദ്ധാത്മ നിറവിൽ അന്യഭാഷ പറഞ്ഞ് ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല കെട്ടുപോട്ട് വന്ന് ഇന്ന് രാത്രി ആ വിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ദേശത്തിന്റെ പോരികൾ അനുഭവിക്കുന്നവർ കയ്യിൽ കെട്ടിയിരിക്കാതെ വായു പൂത്തിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അഭിഷേകത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി രോഗബന്ധന കാണിക്കും. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ, വ്യാധികൾ ക്യാൻസറുകൾ മാറട്ടെ, ട്യൂമർ മാറട്ടെ, പ്രോബ്ലം മാറട്ടെ, എല്ലാ ആർത്രൈറ്റിസ് രോഗങ്ങൾ മാറട്ടെ. അനുഭവിക്കുന്നവർ ദൈവത്തിന് പിടിപ്പിക്കുന്ന രാത്രി സൗഖ്യം തരും. ശിരസ് മുതൽ പ്രധാനം വരെ ദൈവശക്തി വിടുതലോടെ തിരിച്ചു പോകണം. വിടുതലോടെ സൗഖ്യത്തോടെ തിരിച്ചു പോകണം. അടിഞ്ഞവരായി
ജനത്തിന്റെ വിടുതൽ തടസ്സമായി നിൽക്കുന്ന ദേശത്തിന്റെ കെട്ടുകൾ വടക്കിനോട് കൈകാകും, തെക്കിനോട് കരുത്തു വെക്കരുത്. വടക്കിനോട് കൈക, തെക്കിനോട് കരുത്തു വെക്കരുത്. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഞാനിങ്ങനെ നിർത്തട്ടെ, കാരണം സമയമുണ്ട്, കൂടുതലൊക്കെ പോകേണ്ടവരുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കേ, മതി. മരണം പിടികൂടുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിർത്തുക. എനിക്ക് ഇന്ന് നാളെയും പറഞ്ഞാൽ തീരുകയില്ല. നിങ്ങൾ കേൾക്കാൻ വളരെ താല്പര്യത്തോട് ഇരിക്കുന്നെന്ന് എനിക്കറിയാം. പക്ഷേ ദൂരെയൊക്കെ പോകേണ്ടവരുണ്ട്. അതുകൊണ്ട് കണക്കിലെടുക്കുക. ദൈവത്തിന് മഹത്വം. കണ്ണടയുന്നതിന് മുന്നേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. അവിടുന്ന് മരിക്കാമെന്നതാണ്. നിവർത്തിച്ചു, സ്വർഗത്തിലേക്ക് പോയി, ഇനി തിരിച്ചു വരും. എന്തിനാണെന്നറിയാമോ? തിരുസഭയെ ചേർക്കാൻ. ഏതാ തിരുസഭ? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശിക്കടുത്ത് കൂട്ടായ്മ ആചരിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സിലാക്കോടെ ജീവിക്കുകയും അപ്പോസ്തലിക ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ആരും കൈവിടപ്പെട്ടു പോകരുത്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി ഇന്ന് രാത്രി നമുക്ക് പിരിയാൻ കർത്താവ് വരാൻ താമസിച്ചാൽ അവിടെ നിന്ന് അനുവദിച്ചാൽ ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എവിടെ വെച്ചാലും ഒക്കെ കൂടാം. ഈ ഏരിയയിൽ വല്ലവരും എന്നെ വിളിക്കുകയാണ്, ഈ മൈക്ക് സെന്റുകാരെ വിളിക്കണം. വളരെ നന്നായിരിക്കുന്നു. അതൊക്കെ ശരി. പക്ഷെ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് നിത്യത വരണം. മൈക്ക് കൊണ്ടുവന്നില്ലേലും കുഴപ്പമില്ല, നിത്യത കാണാം. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ദൈവം കുടുംബത്തെയും താങ്കളെയും അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, ഇറങ്ങിപ്പോയി ഇരുന്നോണ്ട് പാടാൻ. അപ്പൊ പോകുന്നവരെ എനിക്കൊന്ന് കാണുന്നില്ല, പരിചയമുള്ളവരാണെങ്കിൽ പിന്നെ പറയാനാ ഞാൻ കണ്ടായിരുന്നു പോകുന്നെന്ന്. അത്യാവശ്യമുള്ളൊരു പൊക്കോ എന്നോട് പറഞ്ഞ സമയത്തിലും നേരത്തെ നിർത്തുന്നത് അതെ ഇല്ലേ? സത്യം പറ. 5 മിനിറ്റ് നേരത്തെ. എനിക്ക് നേരത്തെ നിർത്താൻ അറിയാവുന്ന പിടി കിട്ടിയോ? പിന്നെ പഴയ പാട്ടിന് കൈ അടിച്ചിരുന്നുണ്ട്. സ്റ്റേജിലുള്ളവര്